ഹായ് ഗായ്സ്, ഇതേതാ യുദ്ധഭൂമിയിലെ പുതിയൊരു പഠനം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പുതിയ പഠനമൊന്നുമല്ല, പഴയ ആൾ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള റിയാക്ഷൻ ഇത് കണ്ടിട്ട് ആൾക്കാരുടെ റിയാക്ഷൻ പോലെ ഇരിക്കും ഇനി ഫേസ് കാണിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം ചമ്മൽ കൂടുമ്പോൾ എനിക്ക് മണ്ടത്തരങ്ങൾ വരും. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അയ്യോ, പറയാൻ വന്നത് മറന്നുപോയി. ഞാനൊരു സാധനത്തിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു സാധനം പറയാം. എൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഈ ഓറഞ്ചിൻ്റെ തൊലി കണ്ടിട്ടില്ലേ, അതുപോലെ നിറച്ച് ഇങ്ങനെ കുഴികളാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും, ഓറഞ്ചുമായിട്ട് എന്തോ മത്സരമാണെന്ന് തോന്നണമല്ലോ, ഇതിപ്പോൾ അമ്മ തന്നെ ജയിക്കുമെന്നാണ് തോന്നണേന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അത് ദൈവം കേട്ടു അടുത്ത് പോയി നിന്ന് കളിയാക്കുക എന്നാൽ നിനക്ക് അതിൽ കൂടുതൽ വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓർത്തിട്ട് തൊലി ഏതാ എൻ്റെ മുഖം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അമ്മാതിരി കുഴികളാണ്. അടുത്തോട്ട് നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് കാരണം ഞാൻ ഇത്ര അകലെ വന്നിരിക്കണേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെറംസ് ആണല്ലോ നിയാസിനമൈഡ് സെറം എന്ന് പറയുന്നത്. അപ്പോൾ പല ബ്രാൻഡിലുള്ള സെറംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിക്കണ 10 ml 15 ml ഒക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പം അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ ഫേസിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എൻ്റെ ചങ്ക് ഇങ്ങനെ തകരം. കർത്താവേ, ഞാൻ കത്തിക്കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഇപ്പം തിരുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇച്ചിരി ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി ഇറ്റിക്കും, ഇവിടെ ഇച്ചിരി ഇങ്ങനെ ഇറ്റിക്കും, ഇതിങ്ങനെ വലിച്ച് തേക്കും. ആ സെറം തന്നെ ഓർക്കും, ദൈവമേ എന്നെ വെച്ച് എന്ത് കാണിക്കുമെന്ന്. അതുപോലെ ഉപദ്രവിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഈ വട്ടം എനിക്ക് ആ പ്രശ്നമില്ല. ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കാശിൻ്റെ കൂടുതൽ കാരണം വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ. ഈ ഡെർമാക്കോയുടെ 5% നിയാസിനമൈഡ് സെറം. കണ്ടോ ഹൈ, കാണാൻ മേലല്ലേ? ഇത് വയ്ക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. കാരണം ഇത് 30 ml ഉണ്ട്. കുറേയൊക്കെ ഇറ്റിച്ചാലും പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല. അപ്പോൾ എനിക്ക് ആ സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സ്റ്റിക്കിയല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര വെള്ളം പോലെയാണ്. കണ്ടോ, ഇത് ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുള്ളതാണ് റിവ്യൂ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫേസിൽ ഇവിടെ ഇങ്ങനെ ഇറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇറ്റിച്ചിട്ട് കുപ്പി അടയ്ക്കാൻ പോകുന്ന സമയം കൊണ്ട് അതിവിടെ വരും. അപ്പം പിന്നെ നമുക്കിങ്ങനെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തനിയെ സ്പ്രെഡ് ആയിക്കോളും. പക്ഷേ നല്ല സാധനം കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാമായിരിക്കും. പിന്നെ ഞാൻ സ്പെക്സ് വെക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഡാർക്ക് സർക്കിൾ അങ്ങനെ അറിയത്തില്ല, കാരണം ഞാൻ സ്പെക്സ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാമായിരിക്കും, ഇതിലും ഭയങ്കര ഭീകരമായിരുന്നു. അവിടെ ഇങ്ങനെ തുറന്ന് വെച്ചേക്കണ പോലെയായിരുന്നു. 2 കറുത്ത ഉണ്ട അവിടെ ഇരിക്കണ പോലെയായിരുന്നു. അത്രയും കറുപ്പായിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ അതിന് കുറവുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇത്രയും ഭാഗമാണ് ഞാൻ ആകെ പുറത്തൊന്ന് ഒറ്റ നോട്ടത്തിൽ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഒരുമാതിരി ബുൾഗാൻ വെച്ച പോലെ ഇരിക്കും. ആ ഒരവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ ഇങ്ങനെ എപ്പോഴും തുടയ്ക്കുന്ന ആളായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ആകപ്പാടെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് ഡെർമാക്കോടെ നിയാസിനമൈഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര മാറ്റമുണ്ട്. ഞാൻ തള്ളി മറിക്കുമെന്ന് വിചാരിക്കരുത്, ഉള്ളതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ നിന്ന് വെട്ടം വന്നുണ്ടല്ലേ, വെയിലടിക്കുന്നുണ്ട് അവിടെ, അതാട്ടാ. നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കുറച്ച് 500 സംതിങ് ആണോ വില, ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുവാണെങ്കിൽ ഞാനിവിടെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. അത്ര പെട്ടെന്നൊന്നും തീരില്ല. ഒത്തിരി എടുക്കാതിരുന്നാൽ അത്ര പെട്ടെന്നൊന്നും തീരില്ല. ഒരു 1.5 മാസമൊക്കെ നമുക്ക് നല്ലപോലെ ഓടിക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.